ചോദ്യം കേൾക്കുമ്പോൾ നാം ഒരു കാര്യം മനസ്സിലാക്കുക. ഇന്നു രാത്രിയിൽ എന്നോട് ദൈവം ഇങ്ങനെയൊരു ചോദ്യം ചോദിച്ചാൽ ഒരു കാര്യം വ്യക്തമായി നമുക്ക് തന്നെ മനസ്സിലാക്കും. ആരും പറഞ്ഞു തരാതെ, ആരും ഉപദേശിക്കാതെ ഒരു കാര്യം നമുക്ക് മനസ്സിലാകും. ഞാൻ നേടിയതും സമ്പാദിച്ചതും എല്ലാം വൃഥാ പ്രയത്നം ആയിപ്പോയല്ലോ. ഞാൻ മരിക്കുവാൻ പോകുന്നു. എനിക്ക് ഞാൻ നേടിയതൊന്നും സ്വസ്ഥമായി സന്തോഷമായി അനുഭവിക്കുവാൻ കഴിയുന്നില്ലല്ലോ എന്നോർക്കുമ്പോൾ ഇതിന്റെ പിന്നിൽ ഒരു സൃഷ്ടാവുണ്ടെന്നുള്ള കാര്യം നമ്മുടെ മനസ്സിൽ തെളിഞ്ഞു വരും. ഈ ചോദ്യം കേൾക്കുന്നത് വരെ നമുക്ക് വലുത് പണമായിരിക്കാം, നമുക്ക് വലുത് പ്രതാപമായിരിക്കാം, നമ്മുടെ പാരമ്പര്യമായിരിക്കാം, നമ്മുടെ കുടുംബ ശ്രേഷ്ഠതയായിരിക്കാം, സമൂഹത്തിലെ നമ്മുടെ വിലയായിരിക്കാം, നമ്മുടെ വിദ്യാഭ്യാസമായിരിക്കാം. എന്നാൽ ഈ ചോദ്യം ഹൃദയത്തിൽ മുഴങ്ങുമ്പോൾ നാം ഇതിന്റെ മുമ്പിൽ ഒന്നുമില്ലാത്തവരാണെന്ന് മനസ്സിലാകും. നമ്മുടെ ജീവിതത്തിന്റെ അർത്ഥശൂന്യത നമുക്ക് മനസ്സിലാകും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, തിരുവചനം വ്യക്തമായി പറയുന്നു, സകല ദ്രവ്യാഗ്രഹവും സൂക്ഷിച്ച് ഒഴിഞ്ഞുകൊള്ളുവീൻ. ഒരുത്തന് സമൃദ്ധി ഉണ്ടായാലും അവന്റെ വസ്തുവകയല്ല അവന്റെ ജീവൻ ആധാരമായിരിക്കുന്നതെന്ന് വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യത്തിൽ യേശു വിളിച്ചു പറയുകയാണ്. ഒരുത്തന് എത്ര സമൃദ്ധി ഉണ്ടായാലും, എത്ര ഉന്നത ശ്രേഷ്ഠമായ അനുഭവങ്ങളുള്ള വ്യക്തിയായിരുന്നാലും, അവന്റെ പദവിയോ വസ്തുവകയോ ധനത്തിന്റെ ബലമോ അല്ല അവന്റെ ജീവന് ആധാരമായിരിക്കുന്നത് എന്നുള്ള പ്രധാനപ്പെട്ട വിഷയം യേശു അവിടെ സംസാരിക്കുകയാണ്. ശരിയല്ലേ? ഒരു നിമിഷം നാം ചിന്തിക്കണം. നമ്മുടെ പണത്തിന് നമ്മുടെ ജീവനെ പലപ്പോഴും രക്ഷിക്കുവാൻ കഴിയുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ലക്ഷങ്ങൾ കോടികൾ മുടക്കി തന്റെ മക്കളെ ചികിത്സിച്ച് ചെയ്യാവുന്നതെല്ലാം ചെയ്തിട്ടും, മെഡിക്കൽ സയൻസിൽ എന്തെല്ലാം ടെസ്റ്റുകളുണ്ടോ, എന്തെല്ലാം സ്കാനിങ്ങുകളുണ്ടോ, ഇതെല്ലാം ചെയ്തിട്ടും രോഗം എന്താണെന്ന് പോലും വ്യക്തമായി മെഡിക്കൽ സയൻസിനും ഉന്നതന്മാരായിരിക്കുന്ന ഡോക്ടർമാർക്ക് പോലും പറയുവാൻ കഴിയാതെ, ഇത്ര ദിവസമേ നിങ്ങളുടെ മകൻ ജീവിച്ചിരിക്കുകയുള്ളൂ, അതിനുശേഷം മരണം സംഭവിക്കും, ഞങ്ങളാൽ ചെയ്യാവുന്നതെല്ലാം ഞങ്ങൾ ചെയ്തു കഴിഞ്ഞു, ഇനിയും നിങ്ങൾ ദൈവത്തോട് പറയുക എന്ന് പറഞ്ഞ് മെഡിക്കൽ സയൻസും ഡോക്ടർമാരും നമ്മളെ കൈവിടുമ്പോൾ, നമ്മുടെ പണമല്ല നമ്മുടെ ജീവനാധാരമായിരിക്കുന്നെന്ന് മനസ്സിലാകുന്ന എത്രയോ സാഹചര്യങ്ങൾ, അവസരങ്ങൾ, എത്രയോ അനുഭവങ്ങൾ നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്നു, ചെവി കൊണ്ട് നാം കേൾക്കുന്നു. പണമല്ല, സമ്പത്തല്ല, പദവിയല്ല, പാരമ്പര്യമല്ല, ശ്രേഷ്ഠതയല്ല, സമൂഹത്തിലുള്ള സ്ഥാനമല്ല നമ്മുടെ ജീവൻ ആധാരമായിരിക്കും. പിന്നെന്താണ്? അപ്പോൾ അതിന്റെ അർത്ഥം നമ്മുടെ ജീവൻ ആധാരമായിരിക്കുന്ന മറ്റെന്തോ ഉണ്ട് എന്നാണ് വ്യക്തമായി മനസ്സിലാക്കേണ്ടത്. നമ്മുടെ ജീവനായിരിക്കുന്നതിന്റെ ഒരു സൃഷ്ടിതാവുണ്ടെന്നാണ് അതിൽ നിന്നും പ്രതിധ്വനിക്കുന്ന ഒരു ശബ്ദം. മനുഷ്യ സൃഷ്ടിയെ കുറിച്ച് ദൈവത്തിന്റെ വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഉൽപ്പത്തി പുസ്തകത്തിൽ, എല്ലാത്തിൻ്റെയും ഉൽപ്പത്തി അതിന്റെ 1-ാം പുസ്തകത്തിൽ 1-ാം അധ്യായത്തിൽ ദൈവം പറഞ്ഞിരിക്കുന്നത്, മണ്ണിലെ പൊടിയിൽ നിന്ന് ദൈവം മണ്ണെടുത്ത് ദൈവത്തിന്റെ സാദൃശ്യത്തിൽ സ്വരൂപത്തിൽ ഒരു മൺപ്രതിമയുണ്ടാക്കി. ആ മൺപ്രതിമയുടെ മൂക്കിൽ ദൈവം തന്റെ ശ്വാസമൂതിയപ്പോൾ ആ മൺപ്രതിമ ജീവനുള്ള ദേഹിയായി